ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വചനഭാഗങ്ങളാണ് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത്. ഒരു സാബത്ത് ദിവസം വിളങ്ങിക്കിടക്കുന്ന വയലിൽ കൂടി പോകുന്ന ശിഷ്യന്മാർ കതിര് പറിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ഫരിസേയരെയും തക്ക മറുപടി നൽകി നിയമത്തേക്കാൾ അതീതമായി മാനവികതയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ക്രിസ്തുവിനെയും ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നു. നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യത്തിൽ ധാന്യക്കതിരുകൾ പറിച്ചു തിന്നാൻ ഇസ്രായേൽക്കാരെ അനുവദിക്കുന്നുണ്ടെങ്കിൽ കൂടി സാബത്തിൽ വിളവെടുപ്പ് നിരോധിക്കുന്ന വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ നിയമലംഘനം നടത്തുന്നുവെന്ന് ഫരിസേയർ ആരോപിക്കുന്നത്. നിയമത്തിൽ അവഗാഹമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഫരിസേയർക്ക് നേരെ യേശു ഉയർത്തുന്ന ചോദ്യങ്ങളിൽ തീർത്തും അവർ കുടുങ്ങി. ദാവീദും അനുചരന്മാരും ഒന്നുമില്ലാതെ വിശന്നു വലങ്ങിയപ്പോൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്നും അബിയാദർ പ്രധാന പുരോഹിതനായിരിക്കെ നടന്ന സംഭവങ്ങളും അവരോട് ആരായുന്നു. പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാൻ അവകാശമുള്ള കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കാൻ തൻ്റെ വിശന്നു വലഞ്ഞ സഹചാരികളെ അനുവദിക്കുമ്പോൾ ദാവീദ് നിയമലംഘകനായി തീരുന്നില്ലേ? യേശു വരാനിരിക്കുന്ന മിശിഹായും ദാവീദിനേക്കാൾ വലിയവനുമായതിനാൽ തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് വിശന്നപ്പോൾ സാബത്ത് ലംഘിക്കാൻ അവിടുന്ന് അവരെ അനുവദിക്കുന്നത് നീതീകരിക്കാവുന്നതാണ്. എന്നാൽ ക്രിസ്തു സുവിശേഷ ഭാഗത്ത് കൂടുതൽ വിമർശിക്കുന്നത് ഫരിസേയരെ തന്നെയാണ്. തിന്മ ചെയ്തിട്ട് പോലും നിയമത്തിന് വേണ്ടി എന്ന് വളച്ചൊടിക്കുന്ന കൂട്ടത്തിൽപ്പെടുന്നവരാണ് അവരെന്ന് അവനറിയാമായിരുന്നു. സാബത്ത് പരിശുദ്ധമാണ്. വിശ്രമത്തിനും ആരാധനയ്ക്കും വേണ്ടി മാത്രമായി മാറ്റിവച്ചിരിക്കുന്ന പുണ്യദിനമാണ് സാബത്ത്. എന്നാൽ ഫരിസേയർ സാബത്താചരണത്തെ തങ്ങളുടെ തന്നെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വളച്ചൊടിച്ചു. ഫരിസേയർ ക്രോഡീകരിച്ച സാബത്ത് ചട്ടങ്ങളിൽ നിന്ന് അണുവിട വ്യതിചലിക്കുന്നവരെ മതകാര്യങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തുന്നവർ എന്ന് മുദ്രകുത്തി തഴഞ്ഞു. മനുഷ്യത്വത്തേക്കാൾ മുറുകെ പിടിപ്പിക്കുന്ന നിയമത്തിൻ്റെ കെട്ടുകളെയാണ് ക്രിസ്തു തകർക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പോലും വാക്കിലും പ്രവൃത്തിയിലും രണ്ടാണ് ഫരിസേയർക്കും നിയമജ്ഞർക്കും. ദൈവനാമത്തിന് പകരം അവരുടെ നാമം പൂജിതമാകാനും ദൈവഹിതത്തിന് പകരമായി അവരുടെ ഹിതം നടപ്പാക്കണമെന്നും ധാർഷ്ട്യം പിടിക്കുന്നവരാണ് ഫരിസേയർ. ആചാര അനുഷ്ഠാനങ്ങളുടെ കൃത്യതയിൽ നിന്നും ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവൻ പഠിപ്പിച്ചു. മുഖസ്തുതികളിലും മനുഷ്യപ്പുകഴ്ചകളിലും കുടുങ്ങിക്കിടക്കുന്നവരാകരുതെന്നും ചെറിയവനായിക്കൊണ്ട് വലിയവനായി മാറി എളിമയുടെ പാഠങ്ങൾ പകരണമെന്നുമാണ് അവൻ ആഗ്രഹിച്ചത്. കാരണം ക്രിസ്തുവിൻ്റെ നിഘണ്ടുവിൽ തോറ്റവരാണ് ജയിച്ചവർ, നൽകിയവരാണ് നേടിയവർ, സ്വയം താഴ്ത്തിയവരാണ് ഉയർത്തപ്പെട്ടവർ. നമുക്കും അങ്ങനെയാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.